ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്നൊരു 4-5 വയസ്സുള്ള കുട്ടികളുടെ ഫ്രോക്കിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ എടുത്തിട്ടുണ്ടായ ഫ്രോക്കിൻ്റെ തന്നെ ബാക്കി പീസും വേറൊരു പീസും കൂടിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസാണ് ബോഡിക്ക് എടുക്കുന്നത്. ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ പോലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കര ഭാഗം രണ്ടായി മടക്കി ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് അവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് 23 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് 20 പ്ലസ് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 21 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസ് അവിടെ വിട്ടതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വിട്ടാൽ മതി. അതിനുശേഷം നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ 2.5 ഇഞ്ചും ലെങ്ത്ത് 3 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഷോൾഡർ അതുപോലെ 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ ഭാഗത്ത് ആം ഹോൾ എടുക്കുന്ന ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. ഇനി ചെസ്റ്റിൻ്റെ ഭാഗം 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഭാഗത്ത് ഓപ്പൺ ഒന്നും വരാത്ത വിധത്തിൽ മടക്കി വെക്കുക. അതിനുശേഷം ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തത് അതിൻ്റെ മേലെ വെച്ച് മാർക്ക് ചെയ്യാം. ഇനി ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഉള്ളിലെ ഭാഗത്ത് വൈറ്റ് ലൈനിങ് ആണ് വെക്കുന്നത്. അപ്പം അതിന് കാരണം ഓവറായിട്ട് ആ ഒരു ഡാർക്ക് എടുത്ത് കാണണ്ടെന്ന് വിചാരിച്ചാണ്. ഇവിടെ സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതിയാകും.
ഇനി താഴത്തെ ഭാഗത്ത് പ്ലീറ്റ് വെച്ച് കൊടുക്കാൻ ഒരു പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം താഴെ എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിട്ട് വേണം ഇവിടെ എടുത്തു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചാണ്. തയ്യൽ തുമ്പും കൂടെ കൂട്ടി 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം പ്ലീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഭാഗത്ത് ഉള്ളിൽ വെക്കാനായിട്ട് ഈ ഒരു ലൈനിങ് പീസ് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് വശത്തിൻ്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും നെക്കിൻ്റെ ഭാഗം ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ വെറുതെ ഒരു നാടയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെച്ചാൽ മതി. ഞാനിവിടെ വെറുതെ ഒന്ന് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.